Welcome to Nirapara Comedy Awards, powered by Nandanam Sanitary. നല്ല റഫറിക്ക് റൂൾസ് എല്ലാം അറിയാം, ഗെയിമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്റെ മാക്സിമം പിച്ചാണ്. ഹ്യൂമർ സിനിമയ്ക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയ ആളാണ്. ഏറ്റവും വലിയ കോമ്പറ്റീറ്ററും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് എല്ലാവരോടും കൂടി പറയാണ്. ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ്. അപ്പൊ അടുത്ത പരിപാടി എന്താണ് അശ്വതി? അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വിഷ്ണുപ്രിയ, ഒരു തകർപ്പൻ ഡാൻസ് ഐറ്റവുമായി. ഓ ലവ്ലി. കാരണം വിഷ്ണു എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടൊരു ഡാൻസർ ആണ്. And she has done a lot of stages. വിഷ്ണുവിനെ നമുക്ക് ക്ഷണിക്കാം. Everybody put your hands together. Welcome Vishnupriya on stage. ജിംഗിലിയ സിത്തിര കൊള്ളി സിൽക്കുറാള്. ജിംഗലിയ സിത്തിര കൊള്ള കലകരാണ്. വച്ചാള് സുത്താ വച്ചാള് മച്ചത്തിരം സുത്തും കണ്ണാള്. മച്ചാനെ വെച്ചാനെ മറ്റേ കൊച്ചി വെച്ച കണ്ണാല്. അടിവട്ടായിലെ സ്വാമി തുടമെത്തായിലെ നീതോ. ജിംഗിലിയ സിത്തിര കൊള്ളി സിൽക്കുറാള്. ജിംഗലിയ സിത്തിര കൊള്ള കലകരാണ്. கொஞ்சம் ஸ்பீட் ஏத்துமாமே. आलूमा डोलमा ऐसा लंगड़ी मालूमा तेजी गली जिन्हें क्रैकी उठा सालमा. अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेला लोकले. डमुगना डुमुगना टोला कटा गुमुगना डुमुगना डुमा गोली अड्डी पोना यनगिना. अड़कना मुर्गना तोटयता यरगना इरकना सरगना उंडेंदा उलगिना. आलूमा डोलमा आलूमा डोलमा ऐसा लंगड़ी मालूमा तेजी गली जिन्हें क्रैकी उठा सालमा. अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेला लोकले. రాసాతి రాసాతి పోగాద సూడేతి ஆராட்டி சீராட்டி போவேனா ஏமாத்தி. மராப்பு போட்ட என் மறி கொழுந்த பொருக்கு போடணும் கறி விருந்த. பொல்லாத ஆசையெல்லாம் முன்னால கொட்டாய போட. சொல்லாத செய்திகள் நான் சொல்வேனே தம்மாங்கு பாட. ராசாத்தி ராசாத்தி போகாத சூடேதி. ஆராட்டி சீராட்டி போவேனா ஏமாத்தி.
ചില ആളുകളുടെ പേര് കേട്ടാലും നമ്മൾ ചിരിച്ചു തുടങ്ങും. അശ്വതി. ആ ചിരിക്ക്. ഞാൻ ചിരിച്ചില്ല, നാട്ടുകാർ ചിരിക്കുന്നുണ്ടായിരിക്കും. പോട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. നമുക്ക് കുറച്ചും കൂടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ വേറൊരാളുടെ കാര്യം പറഞ്ഞത്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉല്ലാസ് പന്തളം. അപ്പോ ഇനി വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഉല്ലാസ് പന്തളവും ടീമും ഒരുക്കുന്ന ഒരു ഗംഭീര സ്കിറ്റാണ്. So ladies and gentlemen, welcome ഉല്ലാസ് പന്തളം and team. ഓണം തിരുവോണം തിരുവോണം ചിറകടിയുടെ താളമായി ചിരിയലയുടെ രാഗമായി മഴവില്ലിലൂയലാടി വരവായി ഒരു ചിങ്ങക്കാറ്റിൻ തേരിൽ വരവായി. ആശാനെ, പുഷ്കരനാശാനെ, ഇത് എന്നാ എടുക്കുക അവിടെ? എടാ കിടന്ന് പോവാതെ വരുവാ. എന്റെ ആശാനം 4 മണിക്ക് പരിപാടി തുടങ്ങാനുള്ളതാ. മണി ഇപ്പൊ 3 അതിനെന്താ നേരത്തെ പോകാമല്ലോ. ആ ഡ്രൈവർ നീലാണ്ടൻ വന്നില്ലേ? ആ കൊള്ളാം. ഡ്രൈവർ നീലാണ്ടനും വന്നില്ല, വേട്ടക്കാരനും വന്നില്ല, ഒരു വേട്ടാവളിയനും വന്നില്ലെന്ന്. ആ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് വേട്ടക്കാരൻ മണിയനല്ല, പിന്നെ പകരം ബാലരമയിലെ ശിക്കാരി ശംഭുവാ. ശിക്കാരി ശംഭു മാഷേ, ശംഭു വന്നല്ലോ. ശംഭുവേ, എന്തോ ആ കേറി വാ. മിന്നുങ്ങണ ചെങ്ങാതി മിന്നാ മിന്നി വാ 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 ആതിര നേരം വന്നെത്തി ഒരു വെള്ളി വെളിച്ചം താത്താത്ത ഒരു വെള്ളി വെളിച്ചം താത്താത്ത. ഇതാണ് ഞാൻ പറഞ്ഞ ശിക്കാരി ശംഭു. ഹയ്യട ഹയ്യ. ആ ശംഭുവേ, ഇതൊക്കെ എന്റെ സംഘാംഗങ്ങളാണ്. എന്നാന്ന്? എന്റെ കൂടെ ഉള്ളവരാന്ന്. അങ്ങനെ ആശാനം സമയം ഒരുപാട് പോയി. ഇന്ന് എവിടെ പരിപാടി? ഇന്നത്തെ പരിപാടി പൂത്തോട്ട ജനശ്രീ വായനശാലയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര. പിന്നെ ശിക്കാരി ശംഭു ഇന്ന് ആദ്യമായിട്ടാ നമ്മുടെ പുലികളിക്ക് വേട്ടക്കാരനായിട്ട് വരുന്നത്. അപ്പൊ അവന് വേണ്ടിട്ട് ഒരു റിഹേഴ്സൽ അങ്ങ് ചെയ്താലോ? ആശാന റിഹേഴ്സൽ എങ്കിൽ റിഹേഴ്സൽ, സമയം ഒരുപാടായി, ഇന്ന് പെട്ടെന്നാവട്ടെ. കിടന്ന് പിടക്കാടാ. എടാ ഡ്രൈവർ നീലാണ്ടം വരാതെ നമ്മൾ എവിടെ പോകാനാ? അവൻ വരുന്നവരെ റിഹേഴ്സൽ. ശംഭു തോക്കെടുക്കേ. ആകെപ്പാടെ ഒരു തോക്കേ ഉള്ളൂ, അതെങ്ങനെ അടുക്കി വെക്കാനാ? വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ തൂക്കി പിടിച്ചോളാം. എടാ പോടാ കുക്കാരി കമ്പു. എടാ തോക്കെടുക്കാനല്ല, തോക്കെടുക്കാൻ. അടിയടാ ചണ്ട. ഹലോ, ആരാ? എവിടുന്നാ? പൂത്തോട്ടെ പൂത്തോട്ടെ, ഞാൻ പൂത്തോട്ടെ എന്നാ. അവൻ പൂത്തോട്ടേന്ന്. നീ പൂക്കുവോ കായ്ക്കോ വട വൃക്ഷമോ ആയിക്കോ, അതിന് ഞാനാ വേണം. ഹലോ, അതെ, ഈ പുലികളി ആശാൻ പുലിപ്പാറ പുഷ്പനല്ലേ? അതെ. എടാ പട്ടി, ഇത് പൂത്തോട്ട ജനശ്രീ വായനശാല. ഘോഷയാത്ര തുടങ്ങാൻ ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. എല്ലാവരും ഇങ്ങ് എത്തി. അയ്യോ, ഞങ്ങൾ എത്തിയില്ല. അതാ വിളിച്ചത്. നിങ്ങൾ എവിടെ എത്തി? അയ്യോ ഓടിക്കോടാ, ഇവിടെ തീയെന്ന്. ഓ എടാ തെണ്ടി, തീയല്ല, നിങ്ങൾ എവിടെ എത്തിയെന്ന്. സത്യമായിട്ട് ഒരു കാര്യം പറയാം, 10-40 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്, പക്ഷേ ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഇത് വലിയ കഷ്ടമായല്ലോ. ഏതായാലും നീങ്ങി വാ, നിന്നെ ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചോളാം കേട്ടാ. ഹലോ ഹലോ, കട്ടായി. ഇന്ന് വാങ്ങിച്ചു കൂട്ടുമെന്നാ തോന്നുന്നത്. എടാ ഡ്രൈവർ നീലാണ്ടൻ ഇവിടെ പോയി കിടക്കുവാടാ. ആശാനെ, ആശാനെ ദേ നോക്കിയേ. 1 2 3 4 5 പൊറോട്ട, അതിലൊരു പൊറോട്ട ചീഞ്ഞ പൊറോട്ട. 1 2 3 4 5 പൊറോട്ട, അതിലൊരു പൊറോട്ട ചീഞ്ഞ പൊറോട്ട. വടക്കരമ്മ കഞ്ഞി വെച്ചു വെള്ളമില്ലാതെ, മലപ്പുറത്തൊരു വണ്ടി വിട്ടു ഡ്രൈവറില്ലാതെ. ഡ്രൈവറില്ലാതെ ഡ്രൈവറില്ലാതെ, മലപ്പുറത്തൊരു വണ്ടി വിട്ടു ഡ്രൈവറില്ലാതെ. എന്താ എല്ലാരും ഇവിടെ പരിപാടിക്കൊന്നും പോകുന്നില്ലേ? എന്റെ നീലാണ്ടാ, ഇത് എവിടെ പോയി കിടക്കുക? എന്നാ താമസമാ നീലാണ്ടാ ഇത്? എന്താണോ എന്റെ താമസത്തിനൊരു കുഴപ്പം? ഇവിടെ പെണ്ണും പിള്ളേരും 2 പിള്ളേരുമായിട്ട് അന്തസ്സായിട്ടാണ് ഞാൻ താമസിക്കുന്നത്, മനസ്സിലായോ? അതാണോ ചോദിച്ചത്? പിന്നെ നീ ഇങ്ങോട്ട് വരാൻ എന്താണ് ആവശ്യമെന്ന്? അതെ അസല്, ഞാൻ വരാൻ താമസിച്ചത് എന്താന്ന് വെച്ചാൽ, സത്യത്തിൽ എന്റെ പെണ്ണും പിള്ളയ്ക്ക് സുഖമില്ലായിരുന്നു. അയ്യോ, പെണ്ണുമ്പിള്ളക്ക് എന്നാ പറ്റി? ഒന്നും പറയണ്ട രാശാനെ, ഇന്ന് ഞായറാഴ്ചയല്ലായിരുന്നു. എന്നാ ഞായറാഴ്ച നീ ഒന്നും പറയത്തില്ലേ? അതല്ലെന്ന് എന്റെ ആശാനെ, ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ചന്തയിൽ ചെന്ന്
1 കിലോ പോത്തിറച്ചി മേടിച്ചു. പോത്തിറച്ചി മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചേ, എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്താലോ. നീ എന്തിനാ പ്രിപ്പയറിന് പോകുന്നത്? പ്രിപ്പയർ പോയതല്ല, പ്രിപ്പയർ ചെയ്തോളാൻ. പ്രിപ്പറേഷൻ ചെയ്യാമെന്ന്. അത് തന്നെ. എന്നിട്ട് അങ്ങനെ പോത്തിറച്ചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ചേർത്ത് വെച്ചു. ഇൻഗ്രീഡിയൻസ് മനസ്സിലായില്ലേ? ഇല്ല. ചേരുവ. നീ എന്തിനാ ചേറ്റുവായിക്ക് വന്ന പൂരം വല്ലതും? എടോ, ചേറ്റുവായിക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞേ, അതിന് ചേരേണ്ട സാധനങ്ങൾ. അങ്ങനെ ചേരുവയെല്ലാം ചേർത്ത് വെച്ച് നല്ല കിടിലം പോത്തിറച്ചി ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് എന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞു, ഇടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അവളത് ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറയുക, ഒരു സുഖവും ഇല്ലെന്ന്. എനിക്കത് കേട്ടപ്പോ കല്ലിയായി. ഞാൻ നേരെ ബ്യൂറോയിൽ പോയി ഒരു ഫയൽ എടുത്ത് അടിച്ചിട്ട് വരുന്ന വഴിയാ. അത് ശരി. അപ്പൊ അതാണോ പെണ്ണും പിള്ളക്ക് സുഖമില്ലെന്ന് പറഞ്ഞത്? ഞാൻ വിചാരിച്ച വല്ല ആശുപത്രി കേസ് കെട്ടുമായിരിക്കും. പിന്നെ സുഖം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അവള്? ഇല്ലല്ലോ. ബാക്കി ഇരുന്ന് ഇറച്ചി പിള്ളേര് കഴിച്ചു, അവരുടെ വയറിനും സുഖമില്ല ഇപ്പം. മാജി, എല്ലാവരും ചെന്ന് വണ്ടിയിലോട്ട് കയറും. എന്റെ പൊന്ന് നീലാണ്ട, സമയം കളയാനില്ല, ചെന്ന് വണ്ടിയിലോട്ട് കയറ്. പിന്നെ റേഡിയേറ്ററിനകത്ത് വെള്ളം ഒഴിച്ചോണം. വഴി നിർത്തി സമയം കളയാനില്ല, അതുകൊണ്ടാ. റേഡിയേറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് ഒരു ബക്കറ്റ് വെള്ളം എന്റെ തലയെ കൊണ്ടൊഴിക്കും. അതെന്തിനാ? എന്റെ തല മൊത്തം ചുട്ടു പഴുത്തിരിക്കും ആശാനെ. കണ്ണും തലയും കറങ്ങിയിട്ട് നിൽക്കാൻ വയ്യ. സത്യത്തിൽ ആശാൻ ഇപ്പോ ഇവിടാണോ നിൽക്കുന്നത് അതോ ഇവിടാണോ നിൽക്കുന്നത്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ആശാനെ ഇപ്പൊ എനിക്ക് രണ്ടായിട്ടാ കാണുന്നത്. ആശാനെ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും എനിക്ക് ഇരണ്ടീച്ച വീതമാണ് കാണുന്നത്. ഈരണ്ടീച്ചയല്ല, രണ്ടായിട്ടാ കാണുന്നതെന്ന്. ആശാനെ, ഈ കുളത്തിലാണ് വണ്ടി എടുക്കാൻ പോന്നെ. ആശാനെ, ഞങ്ങൾ കയറത്തില്ല, നമുക്ക് പറ്റത്തില്ല. അതെ മാഷേ, എന്റെ ജീവൻ ഇവന്റെ കയ്യിലിട്ട് പന്താണ്, ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ അവനല്ലേ ഉള്ളൂ. മാഷൊന്നും പറയണ്ട, കണ്ട കള്ളുകൂടിയമാണ് വണ്ടി ഓടിച്ചാൽ ഞാൻ കേറത്തില്ല. ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ? ഞാൻ ശംഭു. ശംഭുവോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരല്പം എന്റെ കൈവെള്ളയിലോട്ട് തൂവിക്ക്. എന്ത് ശംഭു? ആ ശംഭു അല്ല, ധിക്കാരി ശംഭു. ധിക്കാരി ശംഭുവോ? നീ ധിക്കാരി ശംഭു ആണെങ്കിൽ ഞാൻ അഹങ്കാരി നീലകണ്ഠനാണ്. അഹങ്കാരി നീലകണ്ഠൻ. ഞാൻ അഹങ്കരിക്കും, കുന്തളിക്കും, വിരകും. നീ നീലകണ്ഠനല്ലടാ, കറുത്തകണ്ഠനാടാ. നീലകണ്ഠ, എന്താ മര്യാദക്ക് വണ്ടി എടുക്കാൻ നോക്കുന്നേ? അതെ, ഞാൻ ഇനി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് മോര് കിട്ടണം. അത് ശരി. ഈ സമയത്ത് നീ മോര് കുടിച്ച് രസിക്കാൻ പോവല്ലേ? അതല്ലെന്ന്, എന്റെ തലയിലെ കെട്ടിറക്കാനാണ്. എടാ, തലേന്ന് കെട്ടിറക്കി വെക്കാൻ ഇതെന്നാ പമ്പയാണോ? എടാ കടൽ കിഴവാ, തനിക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എനിക്കൊരിത്തിരി പുളിവെള്ളം തരാവോന്ന്. എടാ, പുളി പിഴിഞ്ഞ വെള്ളം, മനസ്സിലായോ? പുളി പിഴിഞ്ഞ വെള്ളമോ? നീ എന്നാ രസം ഉണ്ടാക്കാൻ പോകണു? ഇവരെ ഞാൻ ഇന്ന് ടാർ റോഡിൽ തേക്കും. എടാ, തലയിൽ കെട്ടിറങ്ങാൻ പുളിവെള്ളം നല്ലതാണ്. എടാ നീലകണ്ഠ, ഈ സമയത്ത് ഞാൻ എവിടുന്ന കൊണ്ടുവരാണ് ഈ പറഞ്ഞ വെള്ളമൊക്കെ? നീ ദൈവത്തെ ഓർത്ത് വണ്ടിയിലോട്ട് കയറ്. എന്നാ പിന്നെ ഒരു ഉപ്പ് സോഡ കിട്ടുവോ? അത് കിട്ടും. നീ വണ്ടിയിലോട്ട് കയറ്, പോകുന്ന വഴിക്ക് കുടിക്കാം. അയ്യോ, രണ്ട് കമ്മറ്റിക്കാർ വിളിക്കുന്നു. വേഗോട്ടെ കേറ്. ഹലോ, എത്തി. പേടിക്കാനൊന്നുമില്ല. ഞങ്ങളെല്ലാം മേക്കപ്പിലല്ലേ, വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുടങ്ങുമല്ലേ. ഇപ്പൊ എവിടെ എത്തിയെന്നോ? എവിടെ എത്തിയെന്ന്? കാക്കനാട് സ്റ്റാൻഡിലെത്തി. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. നാളെ വായി നോക്കി എപ്പോഴാണ് നിങ്ങളെ മാടി വിളിക്കാൻ അറിയാൻ പറ്റില്ല. നാളെ എടാ, കമ്മറ്റിക്കാര് വിളിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്. എന്റെ നീലകണ്ഠ, വണ്ടി എടുക്ക് നീലകണ്ഠ. എല്ലാരും ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. നീ അത്ര കുഞ്ഞളിക്കാണോ? കുറെ നേരം തുടങ്ങിയിട്ട്. ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ട്, പറഞ്ഞേക്കാം. അതല്ലെന്ന്, പിന്നെ എല്ലാരും കൂടെ ചേർന്നൊന്ന് കൈവെക്കണം. ഇത് ഞാൻ നേരത്തെ ആലോചിച്ചതാ. അതിന് എല്ലാരും എന്തിനാ? നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരെണ്ണം അങ്ങ് തരാം. ഇന്നാ. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ഞാൻ പഠിച്ച കടത്തനാടൻ ചുവടുകൾ അമ്പേ പിടിച്ചുപോയി. ഞാൻ ചോദിച്ചതെന്താ, അവൻ എനിക്ക് തന്നതെന്താ? എടാ, സെൽഫ് എടുക്കാത്ത വണ്ടിയിൽ ഒന്ന് കൈവെക്കാൻ പറഞ്ഞപ്പോ അവരെന്റെ ചെകിട്ടത്ത് കൈവച്ചു. കാണിച്ചു തരാം. നീലകണ്ഠനാണോ? തെറ്റുവാണല്ലോ. നീലകണ്ഠനോടാണോടാ കളി? നീലകണ്ഠ, വന്ന് വണ്ടി എടുക്കടാ. അല്ല, ഇന്ന് എവിടാണ് പ്രോഗ്രാം? പൂത്തോട്ട അല്ല, ഇവിടെ ഈ നീലകണ്ഠന്റെ മുൻപിൽ. ഇവിടെയാണ് കളിക്കേണ്ടത്. നീ തമാശ കളിക്കില്ല നീലകണ്ഠ. എനിക്ക് തമാശ കളിയൊന്നും കാണണ്ട, എനിക്ക് പുലികളി കണ്ടാ മതി. ആശാനെ, ഓരോ മിനിറ്റ് താമസിക്കുമ്പോഴും അടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ആശാനെ. എടാ, ഇപ്പൊ അവന്റെ മുമ്പിൽ കളിച്ചില്ലെങ്കിൽ വണ്ടി എടുക്കത്തില്ലെന്നാ പറയുന്നത്. എന്റെ ആശാനെ, അതങ്ങ് പൂത്തോട്ടലല്ലേ കളിക്കേണ്ടത്.
അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാ അതങ്ങടെ അനുസരിക്കുക. ആശാൻ അവൻ വെള്ളം അടിച്ചിട്ട് നിൽക്കുക. ചുമ്മാ എന്തെങ്കിലും കാക്കിരി ഊരി കാണിച്ചിട്ട് വാ. കാക്കിരി കുക്കിരിയൊക്കെ അങ്ങ് പ്രോഗ്രാം സ്ഥലത്ത്. ഇവിടെ ശരിക്കും തുള്ളണം. ശരീരം വെട്ടി വീർത്ത് വായിന്ന് നുരയും പതയും ചാടണം. വായിന്ന് നുരയും പദം ചാടാൻ ഞാനെന്നാ പേപ്പട്ടിയോ? നുരയും പതയും വന്നാലും വേണ്ടില്ല. ഇനി താമസിച്ച് അവിടെ ചെല്ലുമ്പോ മൂക്കിന്നും വായിന്നും ചോര ഏറ്റും. മാഷിന് നുരയും പതിയും വേണോ അതോ മൂക്കും ചോരയും വേണോ പറ. അയ്യോ, എനിക്ക് നുരയും പതയും മതിയേ. ഛോ, എന്തൊരു കഷ്ടമായത്. എന്റെ ആശാൻ എന്നാ തുടങ്ങ്. വരിക. ഒരു നാണവും മാനവും ഇല്ലാത്ത ഇവന്റെ മുമ്പില് നമുക്ക് പട്ടിയെ പോലെ കളിക്കാം. പട്ടിയെ പോലല്ല, പുലിയെ പോലെ പുലികളി. ആശാനെ ചെണ്ടയെല്ലാം കവറിട്ട് മൂടിയല്ലോ. കവറിട്ട് മൂടാനെന്നാടാ റംബൂട്ടാനോ? എടുത്തു വെച്ച് കൊട്ടറ. ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ. ജയം നീലകണ്ഠന് പറഞ്ഞിട്ടുള്ളതാണ്. 10-20 വർഷക്കാലം ആണി വന്ന കാലുകൊണ്ട് തുള്ളിപ്പടിച്ച എൻ്റെ ഈ കലാരൂപം ഒരാഭാസന്റെ മുമ്പിൽ ആടേണ്ടി വന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. നിർത്തി. ഇന്നത്തോടെ ഞാൻ തുള്ളല് നിർത്തി. ഇല്ല, ഈ വാല് ഇനി ഞാൻ അണിയില്ല. ഈ വാല് ഞാനിവിടെ മുറിച്ചിടുന്നു. വാല് മുറിച്ചിട്ടയച്ചു പോകാൻ നീ ആരടാ, പല്ലിയോ? ഈ വാല് നീ എടുത്തോണ്ട് പോകുന്നുണ്ടോ അതോ കൊത്തിയെറിഞ്ഞ് ഞാൻ കപ്പ ബിരിയാണി വെക്കണോ? ആഹാ, എല്ലാവരുടെ ദേവാസുരം കളിച്ചോണ്ടിരിക്കുകയാണോ? ആശാനെ ഇങ്ങനെ പോയാൽ അവിടെ ചെന്ന അടി ഉറപ്പാ. അടിയുടെ കാര്യമൊന്നും പേടിക്കണ്ട. ഏതാപത്തിന് സഹായിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. എനിക്കൊരാപത്ത് വന്നാൽ അവൻ പറന്നെത്തിയിരിക്കും. പറന്നെത്താൻ അവനാരടാ, ഡിങ്കനോ? ആഹാ, അപ്പൊ അറിയാറുന്ന? പിന്നെ ഡിങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇന്നലെ കൂടെ ഞാൻ വായിച്ചല്ലേ, മറ്റേ വാലൊക്കെ നീട്ടിക്കൊണ്ടു പോകുന്നൊരു ടീമല്ലേ അത്? അയ്യോ, അത് സുബീഷ്. സുബീഷ് അല്ലെന്ന്, കബീഷ്. ആ, ഇയാൾ ഉദ്ദേശിച്ചില്ല, കുന്തത്തെ കറങ്ങുന്ന ആളായിരിക്കും. അത് ഗ്രിൽഡ് ചിക്കൻ. അയ്യോ, അത് ലുട്ടാപ്പിയാ. ലുട്ടാപ്പി ചുക്കാപ്പി ഉണ്ട്. എനിക്കൂടെ സ്ഥലം തള്ളാവേ. വണ്ടിയെ പോയി എടുക്കണം. എങ്ങനെയാടാ ഭ്രാന്ത് പിടിച്ചു? ശരിക്കും ശിക്കാരി ആരെയാണ് ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചേ ഈ പാന്റിന് മുകളിൽ ഷഡ്ഡി ഇട്ടിട്ട് മസിലും പിരിപ്പിച്ച് കിടക്കുന്ന ഒരു എലിയില്ലേ, അതിനെയാ ഞാൻ ഉദ്ദേശിച്ചത്. അതാരാന്ന്? അയ്യോ, എന്നിട്ടും മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഞാൻ വിളിച്ചു വരുത്താം. വിളിച്ചു വരുന്നൊക്കെ കൊള്ളാം. ശമ്പളമായിട്ട് 4 പൈസ ഞാൻ കൊടുക്കത്തില്ല, എന്റെ കയ്യിലില്ല. ശമ്പളം ഒന്നും കൊടുക്കണ്ട, ഒരു കഷ്ണം കപ്പയും കൊടുത്താൽ മതി. ആ മൂലയ്ക്ക് ഇന്ന് കറണ്ട് തിന്നോളും. അങ്ങനെ തെളിച്ചു പറ. ഇപ്പോഴല്ലയോ നമുക്ക് ആളിനെ പിടി കിട്ടിയത്. KSCB-യിലെ ഓവർസിയർ രവി. എന്റെ ഇടവേ, നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിയില്ലേ? ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി, പോരാളിക്കൊരു എരപ്പാളി. ഇങ്ങോ, 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 ഇങ്ങോ. ഇങ്ങ ഇങ്ങ ഇപ്ല ഇമ്ല ഇച്ല ഇസ്ല ദുസ്ല. ഡിങ്ങനെ കളിയൊക്കെ പണി തരൂ കേട്ടോ. അപ്പൊ നീ ചില്ലക്ഷരം പറഞ്ഞ് കളിച്ചതല്ലായിരുന്നോ? ചില്ലക്ഷരം പറഞ്ഞ് കളിച്ചതല്ല, ഞാൻ എക്കോയിൽ ഡിങ്കനെ വിളിച്ചതാ. സംഭവണ്ണ ദേ വന്നല്ലോ, കേറി വാങ്ങിട്ട്. എന്നാ സംഭവണ്ണ എന്നെ വിളിച്ച? എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? സംഭവിച്ചില്ല, ഇപ്പൊ സംഭവിക്കും എന്നാ ഈ പുലിയാശാൻ പറയുന്നത്. ഈ ഡിങ്കൻജി ഉള്ളപ്പോ ഒരാപത്തും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഡിങ്കൻജിയോ? ഞാൻ എന്നെ തന്നെ ഒന്ന് സ്വയം പുകഴ്ത്തിയതാ. ഏതായാലും ഇപ്പഴാ ഒന്ന് സമാധാനമായത്. അയ്യോ, മിണ്ടല്ലേ, ദേടാ കമ്മിറ്റിക്കാർ വിളിക്കുന്നടാ. ഹലോ ഹലോ, ഞങ്ങളെത്തി. ആ, നിങ്ങൾ ഇനി എത്തണ്ട. എത്തണ്ടേ? ആ, വേണ്ട. അതെന്നാ? ഞങ്ങൾ ഇവിടെ എത്തി. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളെന്നാ ഇവിടെ എന്നോ? എത്ര മണിക്കാണ് പരിപാടി പറഞ്ഞിരുന്നത്? 4 മണി. ഇപ്പൊ സമയം എന്തായി? അല്ല, പരിപാടിക്ക് വരെ ഞങ്ങൾ വേഷം കെട്ടി നിൽക്കുമായിരുന്നു. നിന്റെ ഒന്നും വേഷം കെട്ടത് ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത് കേട്ടോ. അടിച്ചടിക്കളി വന്നൊക്കെ മുട്ടുകാലി. അങ്ങനെ അടിച്ചടിക്കാൻ വരട്ടെ. എന്റെ ശവത്തെ ചവിട്ടിട്ട് നീയൊക്കെ ഇവരെ തൊടു. ആരാടാ നീ? ഞാനോ? ഞാൻ ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി, ഡിങ്കൻ. ഞെട്ടിയോ? എന്നാ ഈ എരപ്പാളിയുടെ കാല് തന്നെ ആദ്യം തല്ലി ഓടിക്കടാ. അയ്യോ, തല്ലല്ലേ. നോവുന്ന. അയ്യോ, അയ്യോ, അയ്യോ.
നിന്റെ പേരെന്തുവായിരുന്നെന്നാ പറഞ്ഞത്? എതിരാളിക്കൊരു പോരാളി, ശക്തരിൽ ശക്തൻ. പാൻറിന്റെ പുറത്തൂടെ നിക്കറിട്ടോണ്ട് കിടന്ന് മോങ്ങുന്നോടാ. എന്നിട്ട് വാ അണ്ണാ, സത്യത്തിൽ ഞാൻ ഡിങ്കനല്ല, പിന്നെ ഞാൻ മീൻകാരൻ തങ്കനാ. എന്നാ എഴുന്നേറ്റ് പോടാ തങ്ക. നിറപറ ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസിൽ ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് കോമഡി ഹീറോയിൻ ആണ്. യെസ്, നമ്മൾ ഇത്ര സമയമായിട്ട് ആലോചിക്കായിരുന്നു നമ്മൾ ഈ കോമഡി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണോ? ഡെഫിനറ്റ്ലി അല്ല. അങ്ങനെ ഒരിക്കലും പറയരുത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ചേച്ചിയൊക്കെ ഒരുപക്ഷെ കോമഡി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. എത്രയോ കാലമായി കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ വേറെയും ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഇരിപ്പുണ്ട് കോമഡി ചെയ്യുന്ന ആൾക്കാർ. തീർച്ചയായും റെസ്പെക്ടിങ് ഓൾ ഓഫ് ദം. ഒരാൾക്കായിരിക്കണമല്ലോ അവാർഡ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാനായി ഒരാളെ ക്ഷണിക്കേണ്ടത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ, ഗായകൻ ശ്രീ മനോജ് കെ ജയൻ. മലയാളികളുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ, everybody please welcome him with all your love. എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം വളരെ ഹൃദ്യമായ ഒരു ഓണവും ആശംസിക്കുന്നു. മിഥുൻ തുറക്കില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ നിന്ന് അന്തം വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ എങ്ങനെ എത്തപ്പെട്ടു? ഞാൻ അവർക്ക് ഒരു 2010 മുമ്പാണ് ഇങ്ങനൊരു ചടങ്ങെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല. കാരണം സീനിയേഴ്സ് എന്നൊരു സിനിമയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് ഈ വേദിയിലെത്തില്ല. സീനിയേഴ്സിലൂടെ എനിക്ക് അതുവരെ കിട്ടാത്തൊരു മഹാഭാഗ്യം കിട്ടി. ഹ്യൂമർ ക്യാരക്ടറിലൂടെ ആ സിനിമയിൽ എത്തപ്പെട്ടു. അതൊരു വലിയ ഹിറ്റായിരുന്നു. എൻ്റെ ക്യാരക്ടറും അത്യാവശ്യം അതിലൊക്കെ ചാടി ഞാനും അത്യാവശ്യം ഒരുപാട് മുമ്പേ ഒരുപാട് കോമഡികൾ ചെയ്തിട്ടുണ്ട്. ചമയത്തിലും വെങ്കലത്തിലും ഒക്കെ. അത് പിടക്കൊഴുകുന്ന നൂറ്റാണ്ട് ഞാൻ വേണേ കണക്കെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. അല്ല, ഇത് ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. ആൾക്കാർ മുഴുവൻ വെറുപ്പിച്ചില്ല ഈ വില്ലൻ ചെയ്ത് ആ ദിഗംബറിനെ കണ്ടാ പിന്നെ ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുമോ? അതെ, ആ സമയത്തൊക്കെ കൊച്ചുകുട്ടികൾ നമ്മുടെ അടുത്ത് വരത്തില്ല. കാരണം ഈ ദിഗംബരനെ കണ്ടിട്ട് പേടിച്ചിട്ട് എന്നെ കാണുമ്പോ ഇങ്ങനെ മാറുമായിരുന്നു. അതല്ല, ഇതിപ്പം അങ്ങനെ ഒരു അവസ്ഥ എത്തി. അത് ഈ മല്ലു സിംഗും നേരത്തിലെ ക്യാരക്ടർ, തട്ടത്തിൻ മറയത്തിലെ ക്യാരക്ടർ, ഇതിനോടൊക്കെയാണ്. അവരോടൊക്കെ നന്ദി പറയാം. വിനീത് ശ്രീനിവാസനോടും വൈശാഖിനോടും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അൽഫോൻസ് പുത്രോനോടും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരം. തീർച്ചയായും. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. നേരത്തില് മനോജേട്ടൻ എന്ന് പറയുന്നത് മമ്മൂക്കയെ പോലെ തന്നെ ടെക്നോളജിക്കലി ഭയങ്കരമായി താല്പര്യമുള്ള ആളാണ്. ആ കക്ഷിയാണ് അവിടെ നിന്നിട്ട് നിനക്ക് CD റൈറ്റ് ചെയ്യാൻ അറിയോ? CD റൈറ്റ് ചെയ്യൂ? ഞാൻ DVD റൈറ്റ് ചെയ്യും. എങ്കിൽ പിന്നെ എന്തിനാ അവന് ജോലി കൊടുക്കരുത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ നുറുങ്ങ് സംഭവമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. ഇങ്ങനെയുള്ള ഒരു ആക്ടർക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഹ്യൂമർ ക്യാരക്ടർ ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത്. ചെയ്യാൻ പറ്റും, വിജയിപ്പിക്കുക എന്നുള്ളത്. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈ വേദിയിൽ ഇതതിൻ്റെ ഹ്യൂമർ നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ്. ഈ വേദിയിലൊക്കെ എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായും. യെസ്, ബെസ്റ്റ് കോമഡി ഹീറോയിൻ നമ്മുടെ സ്വന്തം അനുശ്രീ. അനുശ്രീ 2012 സംവിധായകൻ ലാൽ ജോസ് മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ അഭിനേത്രി. എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? ഹാസ്യത്തിന്റെ മേമ്പൊടിയേകിയ കഥാപാത്രങ്ങളിലൂടെ ചുരുങ്ങിയ കാലയളവിൽ മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ അനുശ്രീ. ബെസ്റ്റ് കോമഡി ഹീറോയിൻ അനുശ്രീ. Ladies and gentlemen, put your hands together and welcome Anushree. മലയാള സിനിമയുടെ ചിരി അരങ്ങിലെ സ്ത്രീ പ്രാതിനിധ്യം, മലയാളികളുടെ പ്രിയപ്പെട്ട നായിക ശ്രീ അനുശ്രീ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷം ഇങ്ങനത്തെ ഒരു അവാർഡ് ഈ ഒരു വേദിയിൽ വാങ്ങാൻ കഴിഞ്ഞതിൽ.
ആദ്യമായിട്ടാണ് മനോജ് ചേട്ടനെ നമ്മളങ്ങനെ നേരിട്ട് കാണുന്നത്. അല്ല ഒരു വേദി പങ്കിടുന്നത്. അത് ശരിക്കും ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു വേദി, അതെ, ഇങ്ങനെ ഒരു അവാർഡ് തന്ന്, അതെ, അതല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. അതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി. അനുശ്രീ എന്തായിരുന്നാലും വേറൊരു വലിയ വിജയത്തിന്റെ ആഘോഷത്തിലും കൂടിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുശ്രീയുടെ സിനിമ കൊച്ചാവ പൗലോ അയ്യപ്പ കൊയിലോ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ, അല്ലേ? അതെ, അത് മാത്രമല്ല ഒപ്പം കൂടിയുണ്ട്. ഒപ്പം കൂടി ഇതിന്റെ ഒപ്പമുണ്ട്. ഒപ്പം എന്ന് പറയുന്ന സിനിമയുണ്ട്. രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ ഓണക്കാലത്ത് അനുശ്രീക്ക് സ്വന്തമായുണ്ട്. അപ്പൊ അതിന് ഒരു ഗംഭീര കയ്യടി കൂടി. തീർച്ചയായും. അപ്പൊ ഭാഗ്യനായികയാണ്. സംവിധായകരെയും പ്രൊഡ്യൂസേഴ്സിനെ ശ്രദ്ധയ്ക്ക് ഭാഗ്യനായികയാണ്. 2 പടമാണ് ഓണത്തിന് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നത്. ഒരൊറ്റ ഡയലോഗ് എനിക്ക് കേൾക്കണം. വേറൊന്നുമല്ല, നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. ഈ അതിന് തൊട്ട് മുമ്പ് അനു വിളിച്ചു പറയുന്ന ആ ഡയലോഗ് ഓർമ്മയുണ്ടായി ഒന്ന് പറയാം. ഓർമ്മയില്ല. അത് ശരി, ഓർമ്മയുണ്ടാക്കി പറയൂ. എന്നാൽ ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ള വിളിയോ അരുണേട്ടാന്നുള്ള വിളിയും അങ്ങനെയുള്ള വിളികൾ കേട്ടാലും മതി. അത് ശരിക്കും അരുണേട്ട, ഐ മിസ് യു. ഇനി ആ ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ള ഫോൺ കോളും കൂടി പറയാം. ഹലോ, ചന്ദ്രേട്ടൻ എവിടെയാ? ഇത് ഏറ്റവും വലിയൊരു കാര്യം പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ട്രെൻഡ് സെറ്റർ ആണ്. ഇപ്പോ ഏതാണ്ട് സീരിയലുകളിൽ, എന്തിന് നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെയുള്ള ഒരു സീരിയലില് ഒരു പെൺകുട്ടി സുധീപേട്ട എന്ന് വിളിക്കുന്നത്, പോക്കുവെയിൽ എന്ന് പറഞ്ഞ സീരിയലില് സുധീപേട്ട എന്ന് വിളിക്കുന്നത് പോലും ഈ അരുണേട്ട ആയിട്ട് ഭയങ്കര സാമ്യതയുണ്ട് എന്ന് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായും അനു അഗൈൻ ഇതിഹാസ പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ മലയാളത്തിൽ സത്യമായും നമുക്കറിയാം ഇർറിപ്ലേസബിൾ എന്ന് തന്നെ പറയാൻ സാധിക്കും. അനുശ്രീ, എവരിബഡി പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. അനുവിന് ബാക്കി സിനിമയുടെ കാര്യമൊന്നും പറയാനില്ലെന്നാണ് പറയുന്നത്, അല്ലെ? ഏതോ വേറെന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറയണം. വിഷമിപ്പിക്കാതെ കല്യാണം കഴിക്കുന്നതാണോ വിഷമമായിട്ട് പറയുന്നത്? കഴിച്ചാളാണ്, അതുകൊണ്ട് പറയാം. ഇതുവരെ ഒപ്പം, അതുപോലെ തന്നെ കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ നായകൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. വേണ്ടേ? കൊച്ചാവ പൗലോ അനുശ്രീയുടെ നായകൻ ആരാ? പറയില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. അത് പറയിപ്പിക്കാനാണ് ഇത്ര നേരമായിട്ട് കഷ്ടപ്പെടുന്നത്. ഇനി ഒന്നും പറയാനില്ല എന്നൊക്കെ. പക്ഷേ കൊച്ചാവ പൗലോ വേറൊരു നായകനോട് ഇരിപ്പുണ്ട്. അതെ, ഞാൻ കണ്ടു. അയ്യപ്പൻ ദോ അവിടെ ഇരിപ്പുണ്ട്. കൊച്ചാവ പൗലോ അയ്യപ്പ കൊയിലോ അയ്യപ്പൻ ദോ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. സുധീഷേട്ടന്റെ മകനാണ് രുദ്രാക്ഷ്. അപ്പോ എനിവേ, താങ്ക്സ് എ ലോട്ട് അനു. വൺസ് അഗൈൻ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ്. ഇനിയും വരും വർഷങ്ങളിലും അനുവിന് ഇതുപോലുള്ള അവാർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. താങ്ക്സ് എ ലോട്ട്. മനോജേട്ടനെ വിടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോപ്പുലർ റിക്വസ്റ്റ്, മനോജേട്ടൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനൊക്കെ മുമ്പ് ഒരു സംഗീത കുടുംബത്തിലെ അംഗമാണ്. അതെ, നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആൾക്കാർ പാടിയ പാട്ടുകൾ കേട്ടാണ് നമ്മളൊക്കെ വളർന്നത്. അതിനു വേണ്ടിയിട്ടാണ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, നടനും ഗായകനും. അപ്പൊ അത് പറയുന്ന കേട്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പാട്ട് പാടാൻ പറഞ്ഞത്. അല്ല, ഈ കോമഡിയുടെ വേദിയില് ഇങ്ങനെ പാടാൻ പറ്റുമോ? കോമഡി പാട്ട് എന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകളിലേക്ക് പോകണം. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കോമഡി പാട്ടുകളില്ല, ഇല്ലേ? അടുത്ത കാലത്ത് പണ്ട് നസീർ സാറിന്റെ കാലത്തൊക്കെ നസീർ മറുകൊക്കെ വെച്ചിട്ടില്ലേ? അഭിഷേകം ദിനവും പട്ടകൊണ്ടഭിഷേകം, ഇല്ലേ? അങ്ങനത്തെ ചില പാട്ടുകളുണ്ട് അന്ന്. അതുപോലെ ഇങ്ങനെ ബാസിയേട്ടൻ ഡയറക്ട് ചെയ്തൊരു സിനിമയുണ്ട്, അച്ചാരമമ്മിണി ഓശാരമോമൻ, ചക്കിക്കൊത്തൊരു ചങ്കരൻ. അതൊരു ഇച്ചിരി കോമഡികൾ. അതൊക്കെ നമ്മൾ ഭയങ്കര പൊട്ടിച്ചിരി ആ സമയത്തൊക്കെ. ഈ പാട്ടിലൊക്കെ അതിൻ്റെ വരികൾ കോമഡിയാണ്. അപ്പൊ ഈ ചക്കിക്കൊത്തൊരു ചങ്കരൻ വേണമെന്നാലും പാടി നോക്കാം. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി, കാലുമടക്കി കെട്ടിയ പെണ്ണിൻ കാലു തിരുമ്മും കിങ്കരൻ. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി, കാലുമടക്കി കെട്ടിയ പെണ്ണിൻ കാലു തിരുമ്മും കിങ്കരൻ. ചക്കിക്കൊത്തൊരു ചങ്കരൻ. ബാക്കിയുടെ വേണോ? കരിമ്പെന്നു കരുതി കടിക്കാനെടുത്തത് കാച്ചി പഴുപ്പിച്ച കാരിരുമ്പ്, ചക്കരക്കുടത്തിൽ കൈയിട്ടു നക്കിയപ്പോൾ നാക്കേൽ കടിച്ചത് കട്ടുറുമ്പ്, നാക്കേൽ കടിച്ചത് കട്ടുറുമ്പ്. ആ ചക്കിക്കൊത്തൊരു
വാലുമടക്കി കെട്ടിയ പെണ്ണിൻ കാലു തിരുമ്മും കിങ്കരൻ, ചക്കിക്കൊത്തൊരു ചങ്കരൻ. താങ്ക് യു. Thanks a lot, Manoda. Thanks a lot. Thank you. Thank you, Anushree. Thanks a lot. थोड़ा रास्ता थोड़ा थोड़ा पिस्ता I'm a naughty naughty gal 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 gal. I'm a naughty naughty gal 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 gal. గబ్బర సింగుకి లైనేసా కొంచెం తిక్కని వదిలేసా గా బిజినెస్ మ్యాన్ కి ట్రై చేసా మస్తు బిజీ అని ఒక్కేసా ఓ గంత్రికేమో బీటేసా కొంగోరే పుట్టి తగ్గేసా నా డార్లింగ్ వైపో లుక్కేసా ఆ డేరింగ్ చూసి చెక్కేసా ఓ మై గాడ్ సోలో లైఫ్ ఏ వెరీ బ్యాడ్ ఎక్కన్నా బాడీ గార్డ్ I'm a naughty naughty gal 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 gal. I'm a naughty naughty gal 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 gal. I'm a naughty naughty gal 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 gal. I'm a naughty naughty gal 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 gal. అరే జంక్షన్ లో ముద్దుగా నా పేరు బొండు మల్లే నవ్వితే నేనేమో జుంకా మల్లే అరే జంక్షన్ లో అరే జంక్షన్ లో ముద్దుగా నా పేరు బొండు మల్లే నవ్వితే నేనేమో జుంకా మల్లే అరే నేనంతో ఫేమస్ ముదునే పల్లె టు ముంబై ఢిల్లీ అరే నేనంతో ఫేమస్ ముదునే పల్లె టు ముంబై ఢిల్లీ పుట్టలో దాచాను బంగిన పల్లి వరసకే నేనేమో రంబకి చెల్లి అరే నేనంతో ఫేమస్ ముదునే పల్లి టు ముంబై ఢిల్లీ మదరాసి రబ్బర్ బొమ్మ నీ ఇస్మైలు ఇస్టైలు అదిరిందమ్మా ఇక నా పక్క నీ జోడి కుదిరిందమ్మా ఎహరాయే దేశీ బలి గుమ్మ జంక్షన్ లో నీ జంక్షన్ లో నా ఫంక్షన్ పడితే పిల్లో బోళ పెడతాను తల్లో జోడు గుర్రాళ్ళ బండెక్కి వచ్చే బుళ్ళో ఊరేగింపే బుళ్ళో ఇంగ్లీషులోన దండ పెట్టనెప్పుడు తేట తెలుగులో మీకు వందనం ఫేసు క్రీము గట్ర పుయ్యలేదు ఎప్పుడు నాకు ఇష్టమంట పసుపు సెందనం సెల్లు నంబరే లేదు నాకు అసలే డోరు నంబరే మీకు ఇస్తలే సెంటు బాటిలే ముట్టనైన ముట్టలే సన్న జాజులంటే సెట్ మోజులే ఏ స్టార్ హోటల్ బొట్టు పెట్టి పిలిచిన దవా దవా దావాకే బరువు తీస్తలే డిస్కోలు బొమ్మలు డెమ్ము లైట్ గుట్టిన ఆమె తోపులోనే మేళమెడతలే ఎందుకంటే నేను పక్కా లోకల్ నేను పక్కా లోకల్ నేను వాడే గాజులు కోకారైకల్లన్నీ ఓరమాస లెక్కల నేను పక్కా లోకల్ నేను పక్కా లోకల్ నేను వాడే గాజులు కోకారైకల్లన్నీ ఓరమాస లెక్కల నేను పక్కా లోకల్. ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് നിറപറ ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസിൽ ഇനി അടുത്ത അവാർഡ് ബെസ്റ്റ് കോമഡി പേ
ഇൻ ടെലിവിഷൻ. ടെലിവിഷൻ, യെസ്. ഈ അവാർഡ് നൽകാൻ തീർച്ചയായും ഒരു ടെലിവിഷന്റെ ചെയർമാനെ തന്നെ വിളിക്കുന്നല്ലേ നല്ലത്? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഫ്ലവേഴ്സ് ടിവിയുടെ നെടുന്തുണായ നമ്മുടെ എല്ലാമായ നമ്മുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സർ. Could you grace the stage? പ്രിയമുള്ളവരെ, ബെസ്റ്റ് പെയർ കോമഡി ടെലിവിഷനിലെ വിന്നർ നിഷ സാരംഗി ആൻഡ് ബിജു സോപാനം. ഇത് രാജാപ്പാർട്ടാ, തരി ഓവർ സ്മാർട്ടാ. ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. നർമ്മത്തിന്റെ മർമ്മം തൊട്ട അഭിനയ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലെ പ്രിയ താരങ്ങളായി ബിജു സോപാനവും നിഷ സാരംഗും. ഫ്ലവേഴ്സ് ടിവിയുടെ ജനപ്രിയ പരമ്പരയായ ഉപ്പും മുളകിലെ ബാലചന്ദ്രനെയും നീലിമയെയും നർമ്മ മുഹൂർത്തങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കുടിയിരുത്തിയ അഭിനയ വിസ്മയങ്ങളായി ബിജു സോപാനവും നിഷ സാരംഗും. സ്വതസിദ്ധമായ അഭിനയ ശൈലി, കഥാപാത്രത്തെ ശരീരത്തിൽ ആവാഹിച്ച അഭിനയ മുഹൂർത്തങ്ങൾ, ഈ അഭിനയ പ്രതിഭകളെ വേറിട്ട് നിർത്തുന്നതും ഇതുതന്നെയാണ്. ചിരിയുടെ ഉപ്പും മുളകും നിറയുന്ന ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിന്റെ ഈ മഹാവിസ്മയ വേദിയിൽ ബെസ്റ്റ് കോമഡി പെയറിനുള്ള പുരസ്കാരത്തിന് ബിജു സോപാനവും നിഷ സാരംഗും അർഹരായി. ഫ്ലവേഴ്സിന്റെ തന്നെ എന്നല്ല, മലയാളം ടെലിവിഷനിലെ തന്നെ ഏറ്റവും റേറ്റഡ് പ്രോഗ്രാമുകളിൽ ഒന്നായ ഉപ്പും മുളകിന്റെ സാരഥികൾ ബിജു സോപാനം and നിഷ സാരംഗ്. Sir, if you could do the honors for Nisha Sarang. And Biju Sobanam, the best comedy pair in television. Flowers Comedy Awards 2016. Thank you, sir. Thanks a lot, sir. Thanks a lot. ഞാൻ നിങ്ങളുടെ കാണുമ്പോൾ എപ്പോഴും എന്തായാലും ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണ്. അതെ അതെ. നിഷ സാരംഗ് സംസാരിക്കുന്നത്, ക്യാരക്ടർ സംസാരിക്കുന്നത് എറണാകുളം ഭാഷയാണ്. പക്ഷേ എപ്പോഴും തമ്മിൽ അടിയുമാണ്. പിന്നെ എങ്ങനെ ഈ 4 പിള്ളേര് പറഞ്ഞു പറഞ്ഞ എവിടെ കയറി പോകുന്നു? അല്ല അങ്ങനെയല്ല, അല്ല ഈ അടി കൂടുന്നവരൊക്കെ പിള്ളേരുണ്ടാവില്ലേ? അയ്യ അങ്ങനെയല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അടി കൂടുന്ന ഏത് ഉദ്ദേശം പറ. ഞാൻ പറയാൻ സമ്മതിക്കണം. അതെ, അതെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇതിനകത്ത് മുടിയൻ സംസാരിക്കുന്നത് എറണാകുളം അമ്മയുടെ കിട്ടിയത് ഞാൻ സമ്മതിക്കാം. ശിവാനി സംസാരിക്കുന്നത് തൃശ്ശൂർ ഭാഷ, കേശു സംസാരിക്കുന്നത് പത്തനംതിട്ട ഭാഷ. ഇതെങ്ങനെ സംഭവിച്ചു? അല്ല അത് വേറൊന്നുമല്ല, ഇപ്പോഴും താമസിക്കുന്ന വാടക വീട്ടിലാണ്. വാടക വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും വാടകയ്ക്ക് താമസിച്ചിട്ട് ഓരോ കുട്ടികളുണ്ടാവും. ഇപ്പൊ എറണാകുളത്ത് ഇനി കണ്ണൂര് വാടകയ്ക്ക് താമസിക്കണമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. വാടകയ്ക്ക് പോകും എനിക്ക് വയ്യാന്നോ? പക്ഷെ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാല് അതാണ് 4 പിള്ളേരായപ്പോൾ സത്യം പറഞ്ഞാല് ഈ ഇലക്ട്രോണിക്സ് മാത്രമല്ല ഇതേ ഉള്ളൂ പണി എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതൊരു പണിയല്ലേ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇലക്ട്രോണിക്സ് സത്യം പറഞ്ഞ വർക്ക് ചെയ്യാൻ അറിയോ? കുറെ നേരം അതിലിട്ടൊക്കെ കളിക്കുന്നതാണല്ലോ. സത്യം ഞാൻ ഇതുവരെ ഫ്യൂസ് പോലും കെട്ടിയിട്ടില്ല. ആണല്ലേ? പക്ഷെ അതൊക്കെ വർക്ക് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആളാണെന്ന് തോന്നും. പക്ഷേ വിജയന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എത്രയോ വർഷമായി നാടകവേദികളിൽ അല്ലേ? അതെ, ഞാൻ 22 വർഷം കാവാലം സാറിന്റെ തിയേറ്ററിലാണ്. കാവാലം സാറിന്റെ തിയേറ്ററിൽ കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിഷ സാരംഗും ബിജു സോപാനും അഭിനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അഭിനയം എന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ അതിന്റെ ക്രെഡിറ്റ് ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ സാറിനാണ്. കാരണം കാവാലം സാറിന്റെ തിയേറ്ററിൽ വന്നതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ നാടകക്കാർക്കും പറയുന്നത് ഒരു നാടകീയത വരുമെന്ന് ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വേണിച്ചേട്ടനെ കണ്ടപ്പോഴും സാറ് മരിച്ച സമയത്ത് വേണിച്ചേട്ടനെ കണ്ടപ്പോഴും ചേട്ടൻ പറഞ്ഞു, എടാ അത് ഭയങ്കര പാടാണ് നീ ചെയ്യാൻ, പക്ഷെ നീ അത് ചെയ്തു. ഞാനിപ്പോൾ ഇത് കാവാലം സാറിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ സാറിനെ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ സാറിനെ ഓർക്കുകയാണ്. തീർച്ചയായും കാവാലം സാറിനെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്ലീസ്.
Yes, നിശ്ചയിച്ച് എന്താ ഒന്നും മിണ്ടാത്ത? പറയൂ. അല്ലെങ്കിൽ ഈ മനുഷ്യനെ സംസാരിക്കാൻ സമ്മതിക്കാത്ത ഭയങ്കര ബീച്ചേട്ടൻ അല്ലേ? പറഞ്ഞിട്ട് ഇന്ന് എന്താ ബീച്ചേട്ടൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു നിൽക്കണേ? ആദ്യം ഞാൻ എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. ഓണമാണല്ലോ. പിന്നെ നന്ദിയാണ് പറയാനുള്ളത്. എനിക്ക് ഫ്ലവേഴ്സിനോട് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചെങ്കിലും എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ അതല്ലേ ആദ്യം പറയണ്ടേ. ബാക്കി പൊങ്ങച്ചൊക്കെ നമുക്ക് പിന്നെ പറയാലോ. ഫ്ലവേഴ്സിനോട് എനിക്കിപ്പോൾ ഇത്രയും കാലം ഞാൻ അഭിനയിച്ചെങ്കിലും എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരാൻ ധൈര്യം കാണിച്ചത് ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ ഫ്ലവേഴ്സിനോട് നന്ദി പറയാണ്. ഒപ്പം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ച പ്രേക്ഷകരോട് നന്ദി പറയുന്നത്. തീർച്ചയായും അതിനകത്ത് ഈ പ്രേക്ഷകരുടെ ന്യായമായ ഒരു സംശയമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് ഒരു സിറ്റുവേഷൻ കിട്ടുന്നു, നിങ്ങൾ ഉണ്ടാക്കുന്ന ഡയലോഗുകളിൽ നിങ്ങൾ തന്നെ അവിടെ ലൈവായി അഭിനയിക്കുന്നു എന്നുള്ളത്. അല്ല, ഒരു ശക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടർ നമുക്ക് ഇംപ്രൈസ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാറാതെ, സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്ററിൽ നിന്ന് മാറാതെ ഡയലോഗ് പഠിച്ച് സ്ക്രിപ്റ്റ് തന്ന് ഡയലോഗ് പഠിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇംപ്രവൈസ് ചെയ്താണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് തോന്നുന്നു. കാരണം നമുക്കൊരു സ്ക്രിപ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല, ഒരു അഭിനയമായി തോന്നുന്നില്ല. ജീവിതത്തിൽ നിന്നുള്ളൊരു ഏഡ് എടുത്ത് വച്ചേക്കുന്ന അതേ ഫീലിംഗ് ആണ് ഉപ്പും മുളകും കാണുമ്പോൾ. Ladies and gentlemen, I need you to show your love for ഉപ്പും മുളകും right now. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനും അങ്ങനെ ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത ഫ്ലവേഴ്സ് ടിവിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഒരു നല്ല കാര്യം. പിള്ളേരോട് അന്വേഷണം പറയാം. എന്റെ ഓണാശംസ. അതെ, എല്ലാ പ്രേക്ഷകരുടെയും വക കുട്ടികളോട് ഓണാശംസ. ഓണമാണെന്ന് ഇപ്പോഴും എല്ലാം വൈകിയോ നല്ല കാര്യങ്ങളെല്ലാം ഓർക്കാറുള്ളൂ. താങ്ക് യു സോ മച്ച്. നിരപര ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. അപ്പോ അക്കപ്പല്ല ഒരു പ്രാവശ്യം കണ്ടിട്ട് അതങ്ങോട്ട് മതിയായില്ല. ഇല്ല, ഒന്നും കൂടെ ആവാൻ തോന്നുന്നു. ആ പയ്യനില്ലേ, ആ മുടി കെട്ടി വെച്ച് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഉടുത്ത പഞ്ചാബിലെ ടോമി സിംഗിനെ പോലിരിക്കുന്ന പയ്യൻ, അദ്ദേഹത്തിന്റെ പേര് ജ്യോതിയാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്നാണ് ഈ ശബ്ദം പറയുന്നത്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. അഞ്ജുവും ജ്യോതിയും ആ ഒരു ടീം ഗംഭീരമായിട്ട് അക്കപ്പല്ല കൊണ്ടുപോയി. ലെറ്റ്സ് ഹാവ് വൺ മോർ വേർഷൻ. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടേക്കാം. We have another version from Anju Joseph and team right here on stage. Put your hands together, everybody. Dum 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 dum. I see a hero in you. I see a hero in you. I see a hero in you. You're my hero. Hey, yeah, yeah. നീല നീല മിഴിക നീല നീല മൊഴിയ ഒളിയം വിനയരുത്ത് ഇനി എൻ്റെ സുന്ദരിയേ നീല നീല മിഴിക നീല നീല മൊഴിയ നീല നീല മിഴിക നീല നീല മൊഴിയ ഒളിയം വിനയരുത് ഇനി എൻ്റെ ജന്മസഖിയേ oh
നീളാ നീളാ ഇനി എന്റെ ജന്മസഖിയേ കേട്ടോ നീ കേട്ടോ ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ. മിടുക്കിയെ മെരുക്ക് താലിക്കുരുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ. കുറുമ്പ് കട്ടുറുമ്പ് കൂട്ടം നുഴഞ്ഞു കേറാതടച്ചു കെട്ടി എനിക്കവൻ ഒരുക്കി നൽകുന്നൊരു സ്വർഗം. തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട്. കണ്ണാടൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന. തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന. തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന. കുട്ടനാടൻ പുഞ്ചയിലെ തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്താരാതേതേ. കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്താരാതിത്തേതകതേതോ ഓ തിത്താരാതിത്തേതകതേതോ. വരവേൽക്കാൻ ആളു വേണം തിത്തേതകതേതോ കൊടി തോരണങ്ങൾ വേണം തിത്താരാതേതേ. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്താരാതിത്തേതകതേതോ ഓ തിത്താരാതിത്തേതകതേതോ ഓ തിത്താരാതിത്തേതകതേതോ ഓ തിത്താരാതിത്തേതകതേതോ ഓ തിത്താരാതിത്തേതകതേതോ ഓ തിത്താരാതിത്തേതകതേതോ ഓ कान्हा की मुरली ऐसो जिया में छन छन छनना छन बाजे रे ऐसो मगन राधा नाचे बोलो राधे 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 श्याम. बोलो राधे 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 श्याम. बोलो राधे 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 श्याम. घूम के पट जो उठाएगी वनघट पे ठुमके लगाएगी. गजरे की धार से बाहों के हार से कान्हा को अपने सजाएगी. म्यूजिक बजेगा लाउड तो राधा नाचेगी. म्यूजिक बजेगा लाउड तो राधा नाचेगी. म्यूजिक बजेगा लाउड तो राधा नाचेगी. बोलो राधे 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 श्याम. बोलो राधे 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 राधे
ਚੰਡੀਗੜ੍ਹ ਤੋਂ ਆਈ ਨੀ ਤੈਨੂੰ ਦੇਖ ਕੇ ਹੋ ਕੇ ਮਰਦੇ ਨੇ ਖੜੇ ਚੌਂਕਾਂ ਵਿੱਚ ਤਬਾਹੀ ਨੀ ਟੋਟੀ ਤੇ ਕਾਲਾ ਦਿਲ ਕੁੜੀਏ ਟੋਟੀ ਤੇ ਕਾਲਾ ਦਿਲ ਕੁੜੀਏ ਜੋ ਦਾਗੇ ਚੰਨ ਦੇ ਟੁਕੜੇ ਤੇ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਜੱਜਦਾ ਏ ਕੋਲੇ ਮੁਖੜੇ ਤੇ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਜੱਜਦਾ ਏ ਕੋਲੇ ਮੁਖੜੇ ਤੇ सर झुका के कर सलाम है शाम शानदार आसमां से आ गिरी है शाम शानदार चक दे अंधेरा चांद जला दे बल्ब बना के फिक्र न करियो करना भी क्या है बिजली बचा के सारे आम पिला खुशी के जाम शानदार आसमां से आ गिरी ये शाम शानदार ये शाम शानदार ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് നിരപറ ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവേർഡ് ബൈ നന്ദനം സാനിറ്റേഴ്സിന്റെ അടുത്ത അവാർഡ് സെഗ്മെന്റിലേക്ക് വീണ്ടും നമ്മുടെ മാന്യ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. അടുത്ത അവാർഡ് കാറ്റഗറി ഏതാണ് അശ്വതി? അടുത്ത അവാർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ വേരിയസ് കോമഡി റോൾസ്. സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. യെസ്. ഈ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ വേരിയസ് കോമഡി റോൾസ് ഇൻ ഫിലിംസ് ആണ്. ഇത് ആർക്കാണ് എന്നുള്ളത് അറിയുന്നതിന് മുമ്പ് ഇത് പ്രഖ്യാപിക്കാനായിട്ട് ലെറ്റ് മീ വെൽക്കം ഷാഫി സർ ആൻഡ് ദേവി അജിത് റൈറ്റ് ടു ദ സ്റ്റേജ്. നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എനിക്കൊരു 3 പേരെയും കൂടി സ്റ്റേജിലേക്ക് വിളിക്കേണ്ടതുണ്ട്. 3 പേരെയും കൂടി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഇവിടെ കോമഡി റോളുകളിൽ ഒരുപാട് തിളങ്ങിയ 3 പേരെയും കൂടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. ദസ്നി ഖാൻ, പ്ലീസ് ഗ്രേസ് ദ സ്റ്റേജ്. മലയാളത്തിൽ ഒരു സെയിം ശൈലി വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ കോമഡി അവതരിപ്പിച്ച കോട്ടയം പ്രദീപ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കോൾഗാട്ടിയുടെ താരം ധർമ്മജൻ കോൾഗാട്ടെ. Outstanding comedy performance in films, Saju Navodaya. പാഷാണം ഷാജി. പേരിലെ പാഷാണം വാക്കിലും നോക്കിലും ജീവിതത്തിലും കൊണ്ടു നടക്കാത്ത നർമ്മത്തിന്റെ നിഷ്കളങ്കതയാണ് പാഷാണം ഷാജി. സാജു നവോദയ എന്ന കൊമേഡിയൻ സ്വന്തം പേരുപോലും വിസ്മരിക്കുന്ന പുതിയ നാമധാരിയായത് അവതരിപ്പിച്ച കഥാപാത്രത്തോടുള്ള ആത്മസമർപ്പണത്തിലൂടെയാണ്. ശരാശരി മലയാളിയുടെ തനി സ്വരൂപമായ പാഷാണം ഷാജി എന്ന കഥാപാത്രം സാജു നവോദയയ്ക്ക് സമ്മാനിച്ചത് പുതിയ പേര് മാത്രമല്ല, സിനിമാ സൗഭാഗ്യങ്ങളുടെ പൂക്കാലം കൂടിയാണ്. ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിന്റെ ഈ നർമ്മവിസ്മയ വേദിയിൽ മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം സാജു നവോദയയുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ പുരസ്കാര സന്ധ്യയ്ക്കും ആദരവിന്റെ പുഞ്ചിരി. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഇങ്ങനെ ഒരു അംഗീകാരം എനിക്ക് തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്.
പ്രത്യേകിച്ച് അനിൽ സാറിനോടും അനൂപിനോടും ശ്രീകണ്ഠൻ സാറിനോടും എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. പോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അങ്ങനെ പോകാൻ പാടില്ല. ദേവി ചേച്ചി ഇതായപ്പം സീരിയലൊക്കെ അഭിനയിക്കൂലേ? ദേവി ചേച്ചി എന്തുവാണ് ഇപ്പം സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും യങ് ആയിട്ട് വരുവാണോ? താങ്ക് യു സോ മച്ച്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. സത്യം പറഞ്ഞു, കോംപ്ലിമെന്റ് അല്ലേ സത്യം. ഞാൻ എല്ലാവർക്കും ആദ്യം എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ രണ്ടാം തവണയാണ് ഇങ്ങനെ ഒരു ഫ്ലവേഴ്സിൻ്റെ അവാർഡ് നൈറ്റ് ഷോയ്ക്ക് വരുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ഫ്ലവേഴ്സിൻ്റെ ഒരു അംഗം തന്നെയാണ്. ഈറനിലാവ് എന്ന സീരിയലിലൂടെ എല്ലാവർക്കും സുമിത്രയെ പരിചയമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഫിലിമിൽ കിട്ടിയതുപോലെ തന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. താങ്ക്സ് ടു ഫ്ലവേഴ്സ് ആൻഡ് ദ ഹോൾ ക്രൂ. പിന്നെ എനിക്ക് നിങ്ങളോടാണ് പറയേണ്ടത്, എന്നെ സ്നേഹിക്കുന്ന, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം. എന്നെ ഇതിലേക്ക് വിളിച്ച ഫ്ലവേഴ്സിന് എൻ്റെ നന്ദി. പിന്നെ ഇതിന് അവാർഡ് മേടിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അതിനുപരി എല്ലാവർക്കും, പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ ഞാൻ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പോലെ. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാം. കോട്ടയം പ്രദീപേട്ടനെ പറ്റുള്ളൂ. ആരൊക്കെ നിൽപ്പുണ്ടേട്ടാ സ്റ്റേജില്? പറഞ്ഞോളൂ. ഷാബി സാറുണ്ട്, പിന്നെ ഷാജി നവോദയുണ്ട്, മിഥുനുണ്ട്, ധർമ്മജനുണ്ട്, എല്ലാരും, ദേവിജറ്റുണ്ട്, തെസ്നീഖാനുണ്ട്, അശ്വതിയുണ്ട്. പോരെ മതി, പൊളിച്ചു. ആ റെൻഡറിംഗ് വേറെ ആർക്കും ഇമിറ്റബിളും അല്ല, അത് ഇദ്ദേഹത്തിന് മാത്രം ട്രേഡ് മാർക്ക്ഡും ആണ്. പ്ലീസ് എവരിവൺ ഷോ യുവർ ലവ് പ്ലീസ്. ചേട്ടാ, സായിച്ചേട്ടൻ അവാർഡ് കിട്ടിയാൽ എന്താണ് പറയാനുള്ളത്? ഇത്തിരി ദേഷ്യമുള്ളൂ. അതങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ ഊഹിച്ചു. തെസ്നീഖാൻ എന്ന വലിയ കലാകാരി, ധർമ്മജൻ ബുൾഗാട്ടി എന്ന വലിയ കലാകാരൻ, കോട്ടയം പ്രദീപ് എന്ന വലിയ കലാകാരൻ, ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് സാജുവിന് അവാർഡ് കൊടുക്കുക, ഞങ്ങളത് നോക്കി നിൽക്കുക, അത് ശരിയായ നടപടിയല്ല അല്ലേ? അവന്റെ കുടുംബത്തിനൊരു സന്തോഷമാകുമല്ലോ എന്ന് കരുതി ഞങ്ങൾ സന്തോഷിക്കും. കാരണം ഞങ്ങൾ കട്ട ഫ്രണ്ട്സാണ്. വൈഫൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. ഇതിനെക്കാട്ടും ഉപരി എന്റെ സഹോദരിയാണ് അവന്റെ വൈഫ്. ഷാഫി സാറുള്ള വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. സർവോപരി ഫ്ലവേഴ്സ് ചാനലിലെ എല്ലാ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരാൾ അവാർഡ് വാങ്ങിക്കുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെ ഒരുപാട് സ്കിറ്റും ഇവിടെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാനും പിന്നെ ഷാഫി സാറിൻ്റെ കൂടെ ഇതേപോലെ ഈ ഒരു വേദി പങ്കിടാനും സാധിച്ചതിന്, ഇങ്ങനെ ഒരു അവസരം ഫ്ലവേഴ്സ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു. പക്ഷേ ഷാഫി സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, സാജു നവോദയയുടെ പാഷാണം ഷാജി എന്ന് പറഞ്ഞ കഥാപാത്രം കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹം ചെയ്ത കഥാപാത്രം ഏതാണ്? സിനിമയിലും ടിവിയിലും? ഷാജിയുടെ പ്രോഗ്രാം ഞാൻ ഷാജിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ എൻ്റെ കുട്ടികൾ ഷാജിയുടെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം ഞാൻ സ്ഥലത്തില്ലെങ്കിൽ, കാരണം ഞാനത് സ്ഥിരമായിട്ട് കാണുന്ന ആളായിരുന്നു. കഴിഞ്ഞ പടത്തിന് ഞങ്ങളൊരു പ്ലാൻ ചെയ്തതാണ്, ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അടുത്തതിൽ നമുക്ക് ഒരു അതിലൂടെ ആവട്ടെ. പിന്നെ ഷാജി ചെയ്ത എല്ലാ ക്യാരക്ടറും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ധർമ്മജനെ വിളിച്ച കഴിഞ്ഞ പടത്തിന് ഒരു ഗസ്റ്റ് അപ്പിയറൻസിന് ധർമ്മജന് വരാൻ പറ്റില്ല. പാഷാണം ഷാജി ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറഞ്ഞൂടെ? തീർച്ചയായിട്ടും. പാഷാണം ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലൊരു കരകയറ്റം ഉണ്ടായത്. സത്യമായിട്ടും അതെ. പക്ഷെ അത് പല സ്ഥലത്തും എനിക്ക് ദോഷമായിട്ടുണ്ട്, പല സ്ഥലത്തും നല്ലതും വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഒരു അമ്മച്ചി. ചക്കനെ തല്ലുകൊള്ളി കൂടാന്ന് ചോദിച്ചു ഓടിച്ചിട്ട്. എനിക്ക് കാര്യം അറിയില്ല എന്തിനാ തല്ലണേന്ന്. അപ്പൊ ചില ആൾക്കാർക്ക് പാഷാണം ഷാജി എന്ന് പറയും, ചില ആൾക്കാർ ഭാസ്കരൻ ഷാജി എന്ന് പറഞ്ഞവരുണ്ട്. ലക്ഷർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിനെ ബ്ലഡ് എടുത്തിട്ട് അനങ്ങാതെ കൊണ്ടുപോകും. പുള്ളിയെ പോണ പോക്കിന് തിരിഞ്ഞു നോക്കിട്ടു പാതാളം ഷാജി അല്ലേ, അങ്ങനെ ഏതോ ഒരു ഷാജിയാന്നറിയാം. പിന്നെ ധർമ്മജൻ ഇപ്പൊ എന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ഞാനൊന്ന് പേടിച്ച്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് ഇടക്കിടക്ക് മെസ്സേജ് ഒക്കെ ചെയ്യണ്ട, എന്താന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞു പെങ്ങളെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നിങ്ങൾ ധർമ്മജനെയും പ്രതിവേട്ടം ശ്രദ്ധിച്ചാൽ അറിയാം, അവർ സിനിമയിലെ കാണുമ്പോൾ തീരെ പൊക്കം കുറവാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒട്ടും പൊക്കമില്ല. അതാണ് അവർ സിനിമയിലെ ഏറ്റവും വലിയ വിജയം. പിന്നെ തെസ്നി ചേച്ചിയായിട്ടാണെങ്കിലും ഞാനിപ്പോ കഴിഞ്ഞ പടത്തിൽ എന്റെ നായികയാണ് നിൽക്കുന്നത്. പക്ഷെ ഒറ്റ ദിവസം പോലെ ഞാൻ നായികനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനില്ലാത്ത ദിവസം ഷൂട്ട് കൊണ്ടുവരും. എന്തായാലും അതെ, ഇത് നിൽക്കണം, അടുത്ത നായിക ഇപ്പുറം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും ചെറിയൊരു ചക്കന. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു അംഗീകാരം തന്നതിൽ. പിന്നെ പ്രദീപേട്ടനാണെങ്കിലും, പ്രദീപേട്ടൻ ഞാനൊരു 3-4 പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുക്കി വിട്ടേക്കണ പോലെ വന്ന് നിൽക്കണത്.
ഓക്കെ പ്രതിഭേട്ട, എന്തായാലും നമ്മുടെ പേര് എന്റെ അശ്വതിയുടെ അല്ല, സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അശ്വതിനെ എനിക്കറിയാം. രണ്ടുപേരും നമ്മൾ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്തായാലും അശ്വതി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നല്ല കോമ്പാനിങ് ഉള്ള അവാർഡ് അശ്വതിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും വേറെ കോമ്പയർ കയറി വരാതെ നോക്കിയോ. ഓക്കെ, എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ. For this whole talented bunch. Thank you. Thank you. Thank you. Thank you. नगला ना लिहा ना गिलाफ ना लिहाफ ठंडी हवा भी खिलाफ ससुरी ना गिलाफ ना लिहाफ ठंडी हवा भी खिलाफ ससुरी
Yeah.